കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഗോസ് ലെമ്മ ഒന്നുകൂടെ നോക്കുക. ഗോസ് ലെമ്മ പറയുന്നത് പി ഒരു ഓഡ് പ്രൈം നമ്പർ എൻ പീനെ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എൻ പീൻ്റെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ നോൺ റെസിഡ്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ്. നമ്മളെന്താ ചെയ്യുക? എന്നിൻ്റെ ആദ്യത്തെ p-1/2 മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്യുക. അതിനെ ZPയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ നമ്പേഴ്സിനൊക്കെ ZPയിൽ p/2ൻ്റെ മുകളിലുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം നോക്കുക. ഈ p-1/2 എന്നിൻ്റെ മൾട്ടിപ്പിൾസിനെ ZPയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ p/2ൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് നോക്കുക. അതിൻ്റെ എണ്ണം m എന്ന് ഡിനോട്ട് ചെയ്താൽ അതിൻ്റെ എണ്ണമാണ് m ആയിട്ട് കൺസിഡർ ചെയ്താൽ n/p -1/m വരും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ എമ്മിനെ കുറിച്ചാണ്. ഈ എമ്മിനെ എങ്ങനെയാണ് കണ്ടെത്തുക? ഓക്കെ, n ലാർജർ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. p ലാർജ് നമ്പർ ആണെങ്കിൽ ഈ m കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുക. ഇനി ഈ എമ്മിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കുക. അതാണ് അടുത്ത തിയറം പറയുന്നത്. തിയറം 9.7. തിയറം 9.7 നോക്കുക. ലെറ്റ് എം ബി ദി നമ്പർ ഡിഫൈൻഡ് നോക്കുക കേട്ടോ. ഡിഫൈൻഡ് ഇൻ ഗോസ് ലെമ്മ ദെൻ m കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ t runs from 1 to p-1/2 box tn/2 plus n-1 p² -1/8 mod 2. n ഓഡ് നമ്പർ ആണെങ്കിൽ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യുക. കാരണം n-1 ഈവൻ ആയിരിക്കും. അപ്പോൾ തൊട്ട് മുന്നുള്ള കോൺഗ്രുവൻസിലുള്ള സം കഴിഞ്ഞിട്ടുള്ള ടേം n-1 ഈവൻ ആയതുകൊണ്ട് തന്നെ 2n-1 × p² -1/8നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ടേം ഒഴിവായിട്ട് പോകും കോൺഗ്രുവൻസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? n ഓടാണെങ്കിൽ m കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ t റൺസ് ഫ്രം 1 to p-1/2 ബോക്സ് tn/p മോഡ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്താൽ രണ്ടാമത് പറഞ്ഞ കോൺഗ്രുവൻസ് അതിൽ നിന്ന് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൂഫ് നോക്കാം. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ ഗോസ് ലെമ്മയുടെ പ്രൂഫിൽ എടുത്ത അതേ നമ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക. ലെറ്റ് m ഈസ് ദി നമ്പർ ഓഫ് ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് n × 2n n 2n etc. p-1/2 n which exceeds p/2. let t less than or equal to p-1/2. ഓക്കെ, ടീനെ ഡിഫൈൻ ചെയ്യുക. ആൻഡ് കൺസിഡർ tn. ഓക്കെ, അതായത് നമ്മൾ ഈ നമ്പേഴ്സിന് ആർബിട്രറി ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിളിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ tn/p ക്യാൻ ബി റിട്ടൺ ആസ് ബോക്സ് tn/p പ്ലസ് ഡെസിമൽ പാർട്ട് ഓഫ് tn/p. അങ്ങനെ റിപ്രസെൻ്റ് ചെയ്യുക. ഇൻറ്റിജർ പാർട്ട് ഓഫ് tn/p പ്ലസ് ഡെസിമൽ പാർട്ട് ഓഫ് tn/p where 0 less than or equal to ഡെസിമൽ പാർട്ട് ഓഫ് tn/p ലെസ് ദാൻ 1. ഓക്കെ, അത് നമ്മൾ കുറേ തിയറത്തിൽ യൂസ് ചെയ്തതാണ് ഈ ഐഡിയ. ഓക്കെ, ഇപ്പോൾ tn എന്തിന് ഈക്വൽ ആയിരിക്കും? tn/p ഈക്വൽ ടു ബോക്സ് tn/p പ്ലസ് ഡെസിമൽ പാർട്ട് ഓഫ് tn/p. ദെൻ tn വിൽ ബി ഈക്വൽ ടു p ഇൻറ്റു ബോക്സ് tn/p പ്ലസ് p ഇൻറ്റു ഡെസിമൽ പാർട്ട് ഓഫ് tn/p which is equal to p ഇൻറ്റു ബോക്സ് tn/p പ്ലസ് RT എന്ന് എഴുതുക. RTയിൽ R ഇൻറ്റു ടി എന്നല്ല, RTയിൽ ടീനെ സഫിക്സ് ആയിട്ട് എഴുതുക. ഓക്കെ, നൊട്ടേഷനാണ്. ഇനി വരുന്നിടത്തൊക്കെ RTക്ക് ആ നൊട്ടേഷൻ കൊടുക്കുക കേട്ടോ. ഇവിടെ R ഇൻറ്റു ടി എന്നാണ് എഴുതിയത് നോട്ട്സിൽ. അതല്ല, ഒന്നില്ലെങ്കിൽ R ഓഫ് ടി എന്ന് എഴുതുക, അല്ലെങ്കിൽ R സഫിക്സ് ടി എന്ന് എഴുതുക. ഓക്കെ, RT ഈക്വൽ ടു R സഫിക്സ് ടി ഈക്വൽ ടു tn മൈനസ് p ഇൻറ്റു ബോക്സ് tn/p. ഓക്കെ, അങ്ങനെ RTനെ ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ RT 0ക്കും pക്കും ഇടയിലായിരിക്കും. ഓക്കെ,
This RT is the least positive residue of Tn mod P. അതായത് സെഡ് പിയിൽ സെഡ് പിയിൽ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂ ക്ലാസ് ആയിരിക്കും ആർ ടി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓരോ ടി കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഓരോ സെഡ് പിയിൽ ഉള്ള ഓരോ ആർ ടികൾ കിട്ടും. ഓക്കെ, നമ്മളിനി ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ എയും ബിയും ഒക്കെ സെറ്റ് എയും ബിയും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആർ ടികളുടെ കളക്ഷൻ R1 R2 എക്സെട്ര R of P-1/2 ഇത് ഈ കളക്ഷൻ ഈ എ യൂണിയൻ ബിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് സെറ്റ് A1 A2 എക്സെട്ര AK B1 B2 എക്സെട്ര BMന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് അടുത്തത് എഴുതി. കാരണം ഞാൻ ആർ ടി ഈക്വൽ ടു TN മൈനസ് പി ഇൻറ്റു TN ബൈ ബോക്സ് TN/2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ പി ഇൻറ്റു ബോക്സ് TN/Pനെ പി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടുന്ന് എന്ത് പറയാം, TNൻ്റെ റെസിഡ്യൂ ക്ലാസ്സും RTൻ്റെ റെസിഡ്യൂ ക്ലാസ്സും ഈക്വലാന്ന് പറയാം. TIസിൻ്റെ കളക്ഷൻ എ യൂണിയൻ ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ RTൻ്റെ റെസിഡ്യൂ ക്ലാസ്സിൻ്റെ കളക്ഷനും അല്ലെങ്കിൽ RTനെ നമ്മൾ ZP കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ കളക്ഷനും R1 R2 എക്സെട്ര RP-1/2 ഇതിന് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ യൂസ് ചെയ്ത എൻ്റെയും ബിൻ്റെയും യൂണിയന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ സം എടുത്താൽ ഈക്വലാന്ന് പറയാം. ഓർഡർ ഞാൻ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞ പോലെ തന്നെ R1 = A1 R2 = A2 ആയിക്കോണമെന്നില്ല, ഓർഡർ സെയിം ആയിക്കോണമെന്നില്ല, പക്ഷേ സെറ്റിലുള്ള എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സ് സം ചെയ്താൽ ഈക്വൽ ആയിരിക്കും. അതാണ് അടുത്തത് എഴുതിയത്. R1 + R2 + എക്സെട്ര P-1/2 = A1 A2 എക്സെട്ര AK + B1 B2 എക്സെട്ര BL. അതേപോലെ തന്നെ കഴിഞ്ഞ തിയറത്തിൽ ഞാൻ സെറ്റ് 1 2 എക്സെട്ര P-1/2 സെറ്റ് A1 A2 എക്സെട്ര AK C1 C2 എക്സെട്ര CMന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സം എടുക്കുകയാണ്, ആ രണ്ട് സെറ്റിൻ്റെ സം എടുക്കുകയാണെങ്കിൽ സെറ്റിലുള്ള എലമെൻസിൻ്റെ സം എടുക്കുകയാണെങ്കിലും ഈക്വൽ ആയിരിക്കും. അതാണ് എഴുതിയത്. സമ്മേഷൻ T runs from P-1/2 T equal to summation I runs from 1 to K AI plus summation J runs from 1 to M CJ. Okay, which implies ഇനി CJനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് കഴിഞ്ഞ തിയറത്തിൻ്റെ പ്രൂഫിൽ നോക്കുക. P-BJ ആക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ P-BJസിൻ്റെ സമ്മും CJകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. സമ്മേഷൻ J runs from 1 to M P-BJ = സമ്മേഷൻ J runs from 1 to M CJ. അപ്പോൾ സമ്മേഷൻ T runs from 1 to P-1/2 T എന്തിന് ഈക്വൽ ആയിരിക്കും? CJക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സമ്മേഷൻ J runs from 1 to K AI പ്ലസ് സമ്മേഷൻ J runs from 1 to M CJ ഉണ്ട്. CJ P-BJക്ക് ഈക്വലാണ്. അല്ലെങ്കിൽ CJകളുടെ സമ്മ് P-BJകളുടെ സമ്മിന് ഈക്വലാണ്. will be equal to summation J runs from 1 to K AI plus summation J runs from 1 to M P minus summation J runs from 1 to M BJ. ഓക്കെ, ചെയ്തത് അത് സമ്മിനെ രണ്ടാമത്തെ സമ്മിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും, പിക്കും BJക്കും. അതിൽ P ഇൻഡിപെൻഡൻറ്റ് ഓഫ് J ആണ്, അപ്പോൾ സമ്മിൻ്റെ പുറത്ത് വരും. പിന്നെ സമ്മ് വരെ സമ്മേഷൻ J runs from 1 to M 1, അത് എമ്മിന് ഈക്വൽ ആയിരിക്കും, അപ്പോൾ MP ആയിട്ട് വരും. ഓക്കെ, അതാണ് എഴുതിയത്. സമ്മേഷൻ J runs from 1 to K AI plus MP മൈനസ് സമ്മേഷൻ J runs from 1 to M BJ.
മാത്രമല്ല നമ്മൾ ആർ ടി ഡിഫൈൻ ചെയ്തത് ആർ ഓഫ് ടി അല്ലെങ്കിൽ ആർ സഫിക്സ് ടി ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ് ടി എൻ മൈനസ് പി ഇൻറ്റു ബോക്സ് ടി എൻ ബൈ പി. ആ ടി എൻ ടി ഇൻറ്റു എൻ ആണ്, അതിൽ ആർ ടി ആണ് സഫിക്സ് ചെയ്യേണ്ടത്, ടീനെ സഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർ ടികളുടെ സം എടുത്താൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആർ ടിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ആർ ടികളുടെ സം എടുത്താൽ സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ആർ ടി ഈക്വൽ ടു സമ്മേഷൻ ടി റൺസ് ഫ്രം p minus 1 by 2 ടി എൻ മൈനസ് സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 p ഇൻറ്റു ബോക്സ് ടി എൻ ബൈ പിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആർട്ടികളുടെ സം എന്തിന് ഈക്വലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. A1 AIസിൻ്റെയും BJസിൻ്റെയും സമ്മിന് ഈക്വലാന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ പേജിൻ്റെ ആദ്യത്തിൽ ആർട്ടികളുടെ സം. അപ്പോൾ സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ആർ ടി എന്തിന് ഈക്വൽ ആയിരിക്കും? AIസിൻ്റെ സം പ്ലസ് BJസിൻ്റെ സം. സമ്മേഷൻ I റൺസ് ഫ്രം 1 to k AI പ്ലസ് സമ്മേഷൻ J റൺസ് ഫ്രം 1 to m BJ വിൽ ബി ഈക്വൽ ടു തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എഴുതിയ അതേ ടേംസ്. ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ടി എൻ മൈനസ് സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 p ഇൻറ്റു ബോക്സ് ടി എൻ ബൈ പി. എൻ ടി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ സമ്മിൻ്റെ പുറത്ത് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു എൻ ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 മൈനസ് സെക്കൻഡ് സമ്മിൽ പി ഇൻഡിപെൻഡൻ്റ് ഓഫ് ടി ആണ്, സമ്മിൻ്റെ പുറത്ത് വരും. പി ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ബോക്സ് ടി എൻ ബൈ പി. ഇനി ഞാൻ നമ്പർ ചെയ്ത 1 ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യുക. ഞാൻ ആഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡും ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡും ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇക്വേഷൻ 2 ആദ്യം ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡും ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡും ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എം പി പ്ലസ് ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡിൽ സമ്മേഷൻ എ ഐ ഉണ്ട്, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡിലും സമ്മേഷൻ എ ഐ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to k AIസിൻ്റെ സം. പിന്നെ മൈനസ് സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to m BJ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to m BJ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ ടേമിനെ എഴുതണ്ട. പിന്നെ ഈക്വൽ ടു എന്ന് പറഞ്ഞത് ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡും ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ സമ്മേഷൻ ടി ഉണ്ട്, ഇവിടെ ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡിൽ എൻ ഇൻറ്റു സമ്മേഷൻ ടി ഉണ്ട്. അപ്പോൾ n+1 സമ്മേഷൻ ടി റൺസ് n+1 ഇൻറ്റു സമ്മേഷൻ ടി വരും, അതായത് n+1 ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ടി മൈനസ് പി ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ബോക്സ് ടി എൻ ബൈ പി. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് എം പി പ്ലസ് 2 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to k AI ഈക്വൽ ടു സമ്മേഷൻ n+1 ഇൻറ്റു ടീനെ 1 to p minus 1 by 2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മുതൽ p minus 1 by 2 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ്. അത് നമ്മൾ കഴിഞ്ഞ പ്രൂഫിൽ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. p² - 1/8. ഓക്കെ, അത് വരിക p minus 1 by 2 ഇൻറ്റു p minus 1 by 2 പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 2 ആണ് വരിക. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ p² - 1/8 വരും, മൈനസ് p ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 to p minus 1 by 2 ബോക്സ് ടി എൻ ബൈ പി. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എം പിനെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. 2 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to k AI ഈക്വൽ ടു n+1 ഇൻറ്റു p² - 1/8 മൈനസ് സമ്മേഷൻ മൈനസ് p ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം p minus 1 by 2
ബോക്സ് ടി എൻ ബൈ പി മൈനസ് എം പി. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടി? എൻ പ്ലസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് സോറി, ഇപ്പോൾ നോക്കുക, നമ്മൾക്ക് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾക്ക് കിട്ടിയത് 2 ഇൻറ്റു എ നമ്പർ ഈക്വൽ ടു എൻ പ്ലസ് 1 പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് സമ്മേഷൻ പി ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി മൈനസ് എം പി എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഈവൻ നമ്പറാണ്, 2 ഇൻറ്റു എ നമ്പർ എന്നുള്ള ടേമിലാണ്. അതായത് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഈവൻ നമ്പറാണ്, അപ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡും ഒരു ഈവൻ നമ്പറാവും. ഓക്കെ, അതായത് എൻ പ്ലസ് 1 പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് പി ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി മൈനസ് എം പി ഒരു ഈവൻ നമ്പർ ആവണം. അതായത് അതിനെ 2 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഡിഫറൻസിനെ, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഡിഫറൻസിനെ 2 ഡിവൈഡ് ചെയ്യണം. അതായത് എൻ പ്ലസ് 1 പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് പി ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി മൈനസ് കോൺഗ്രുവൻറ്റ് ടു എം പി മോഡ് 2 ആണെന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം പി ഓഡ് പ്രൈം നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് 2 അല്ലാത്ത പ്രൈം നമ്പേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓഡ് പ്രൈം നമ്പർ. അതുകൊണ്ട് തന്നെ പി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആയിരിക്കും. ഓക്കെ, പി മൈനസ് 1 ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ കോൺഗ്രുവൻസ് നമ്മൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എൻ പ്ലസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് പീനെ 2 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് വരിക. അപ്പോൾ കോൺഗ്രുവൻസിൽ പി വരുന്നിടത്തൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ -1 ഇൻറ്റു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി സ്ക്വയർ പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു എം ഇൻറ്റു 1 മോഡ് 2. ഓക്കെ, കാരണം പീനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പീനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഒരു ഒബ്സർവേഷനും കൂടെ ഉണ്ട്. എൻ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എൻ മൈനസ് 1 മോഡ് പി ആയിരിക്കും. ഓക്കെ, അതായത് അതിനെ നമ്മൾക്കറിയാം എൻ പ്ലസ് 1 മൈനസ് ഓഫ് എൻ മൈനസ് 1 അത് 2-ന് ഈക്വൽ ആയിരിക്കും. അതിനെ 2 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എൻ മൈനസ് 1 മോഡ് 2 അതെല്ലാ എൻസിനും സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോൾ എൻ പ്ലസ് 1 ഉള്ളിടത്തൊക്കെ നമുക്ക് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എൻ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്തത്. എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 പ്ലസ് സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു എം മോഡ് 2. അപ്പോൾ കോൺഗ്രുവൻസിനെ ഇതേപോലെ റീറൈറ്റ് ചെയ്യുക. വിച്ച് ഇംപ്ലൈസ് എം കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി പ്ലസ് എൻ പ്ലസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 മോഡ് 2. അതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എൻ ഓഡ് നമ്പർ ആണെങ്കിൽ എൻ മൈനസ് 1 ഈവൻ ആയിരിക്കും. ഓക്കെ, എൻ മൈനസ് 1 ഈവൻ ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറയാം, എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 ഈവൻ ആയിരിക്കും. അതായത് എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8നെ 2 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആയിരിക്കും. അത് നമുക്ക് ഇപ്പോൾ കിട്ടിയ കോൺഗ്രുവൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, ഓക്കെ, അതായത് എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് 1/8ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് റിക്വയർഡ് റിസൾട്ടായിരിക്കും എം കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ ടി റൺസ് ഫ്രം 1 ടു പി മൈനസ് 1/2 ബോക്സ് ടി എൻ ബൈ പി മോഡ് 2. ഓക്കെ, ഇതാണ് പ്രൂഫ്. ഓക്കെ, പ്രൂഫ് കൺക്ലൂഡ് ചെയ്യുക. സിമ്പിൾ പ്രൂഫാണ്.